ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ പെറ്റ്സായിട്ട് ലവ് ബേഡ്സിനെ അല്ലെങ്കിൽ ബഡ്ജീസിനെ എങ്ങനെ വളർത്താം എന്നതാണ് നോക്കുന്നത്. ലവ് ബേഡ്സിനെ നാം വളർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടായി കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ലവ് ബേഡ്സ് ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ ലവ് ബേഡ്സിനെ എങ്ങനെ വളർത്താം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലവ് ബേഡ്സിനെ നമ്മൾ വളർത്തുമ്പോൾ 2-3 ജോഡിയൊക്കെ ആണെങ്കിൽ ഇത്രയെങ്കിലും വേണം കൂടിൻ്റെ വലിപ്പം. ചെറിയ കൂട്ടിലിട്ടാൽ ഇവർക്ക് പറന്ന് കളിക്കാൻ സ്ഥലമുണ്ടാവില്ല. ചെറിയ കൂട്ടിലിടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അവർ എത്ര ജോഡിയുണ്ടോ അതിൽ കൂടുതൽ പോട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. എങ്കിൽ മുട്ടയിടാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോട്ട് അവർ തന്നെ സെലക്ട് ചെയ്യും. പിന്നെ അവർക്ക് നാം തീറ്റയായി കൊടുക്കുന്നത് തിനയാണ്. അത് അവർക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ ഉറുമ്പ്, പൂച്ച, പാമ്പ് ഇവയൊക്കെ കൂട്ടിൽ വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെറിയ കാര്യങ്ങൾ നോക്കുക. പിന്നെ ലവ് ബേഡ്സിനെ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മെയിലും ഫീമെയിലും നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങാൻ നോക്കുക. മെയിൽ ബേഡിൻ്റെ കൊക്കിൽ ബ്ലൂ നിറം കാണാം. ഫീമെയിലിൻ്റേതെന്ന് വെച്ചാൽ ലൈറ്റ് വൈറ്റ് കളറായിരിക്കും കാണുക. പിന്നെ നോക്കാനുള്ളത്, നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള നിറങ്ങൾ നോക്കി വാങ്ങിക്കുക. എൻ്റെ കിളികൾ പല നിറത്തിലുള്ള കിളികളാണ്. പച്ച, മഞ്ഞ, വെള്ള, നീല, ലൈറ്റ് നീല, അങ്ങനെ എല്ലാ കളറുമുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ നോക്കി തന്നെ വാങ്ങിക്കുക നിങ്ങൾ. അപ്പോൾ നമുക്കുണ്ടായി കിട്ടുന്ന കുഞ്ഞുങ്ങളും പല കളറുകളിലായിരിക്കും കിട്ടുക. പിന്നെ അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള തീറ്റകൾ കൊടുക്കുക. മുരിങ്ങയിലയും ചീരയിലയും തുളസിയില ഇങ്ങനെയുള്ള ഇലകളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അത് കൊടുത്താൽ അവർക്ക് ഹെൽത്തിന് നല്ലതായിരിക്കും. പിന്നെ എഗ്ഗ് ഫുഡും കൊടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ കൊടുത്താൽ നല്ല പ്രതിരോധ ശേഷിയുള്ള കുഞ്ഞുങ്ങളാവും ഉണ്ടാവുക. അതുപോലെ കണവനാക്ക് കൊടുക്കുക. കാൽസ്യക്കുറവ് വരാതിരിക്കാനാണ് ഇത് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ മുട്ടയിടാൻ വെച്ച് കൊടുക്കുന്ന കുടം കുറവായി കഴിഞ്ഞാൽ അവർ തമ്മിൽ കൊത്തുകൂടാറുണ്ട്. അതില്ലാതെ നോക്കുക. പിന്നെ തീറ്റ കയ്യിൽ വെച്ച് കൊടുത്ത് ശീലിച്ചാൽ നമ്മളോടുള്ള പേടിയൊക്കെ മാറിക്കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് നല്ല ഇഷ്ടം തോന്നും. ലവ് ബേഡ്സിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. കൂടിനടുത്ത് പോയി നിന്നാൽ അവരെ കാണുമ്പോഴൊക്കെ നല്ല ഇഷ്ടം തോന്നും. പിന്നെ ഇവർക്ക് ഡിസ്റ്റർബ് തോന്നുന്ന സ്ഥലത്തൊന്നും കൂട് സെറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ആര്യവേപ്പില, അതായത് നമ്മുടെ കഴിക്കണ വേപ്പില എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കിളികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ രോഗങ്ങൾക്കൊക്കെ കുറവാണ് കാണുന്നത്. പിന്നെ കൂടുകളിൽ പ്രാണിശല്യം, കീടശല്യം ഒന്നും ഉണ്ടാകില്ല. ആര്യവേപ്പില അവർക്ക് കൊടുത്ത് ശീലമാക്കിയാൽ കിളികൾ നന്നായി കഴിക്കുന്നതാണ്. പിന്നെ അതുപോലെ മുളപ്പിച്ച ചെറുപയർ കൊടുത്താൽ ബ്രീഡിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. പ്രോട്ടീനുള്ളത് കൊണ്ട് അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും വരില്ല. തെന തീറ്റ മാത്രമായി കൊടുക്കരുത്. തെന ഡീഫോൾട്ടായിട്ട് എപ്പോഴും കേജിൽ വെക്കേണ്ടതാണ്. എപ്പോഴൊക്കെയാണ് അവർക്ക് ഫുഡ് എടുക്കേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്നാലും നാച്ചുറലായിട്ടുള്ള ഫുഡുകളും അവർക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇലകൾ കൊടുക്കാൻ കഴിയുമെങ്കിലും കൂടുതലൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉറുമ്പ് കൂട്ടിൽ കയറിയാൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ കണ്ണിലൊക്കെ കടിച്ചാൽ ചത്തുപോകുന്നതാണ്. അതുകൊണ്ട് കൂട് ഉയരത്തിൽ വെക്കാൻ തന്നെ നോക്കുക. പിന്നെ പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലവ് ബേഡ്സുകളാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് കൂടുതലും നമ്മൾ വീടുകളിൽ വളർത്തുന്ന കിളികളെ തന്നെ വാങ്ങിക്കുക. ഇനി പെറ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കിളികളെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സിനെ വാങ്ങിച്ച് വേണം നമ്മൾ പെയർ ചെയ്യേണ്ടത്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പെയർ ബേഡിനെ എടുത്ത് ബ്രീഡിങ്ങിന് ഇടുക. അപ്പോൾ അവർക്കൊരു മാസം മുതൽ 2 മാസം വരെ
അവർക്ക് പെയർ ആകാനായിട്ടുള്ള സമയമെടുക്കും. ഈ ബേഡിനെ നമ്മളൊരു കേജിനകത്ത് ഇടുമ്പോൾ തന്നെ ഓൾറെഡി ബ്രീഡിംഗ് ബോട്ടും ബ്രീഡിംഗ് ബോക്സും സെറ്റ് ചെയ്യും. അപ്പോൾ ലവ് ബേഡ്സിന് എപ്പോഴും ചെറിയ പോട്ടും ചെറിയ കുടങ്ങളും തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. കേജിനകത്ത് ചെറിയ കുടുക്കകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കയറാനായിട്ട് ചെറിയ ഹോളിട്ട് കൊടുക്കുക. അവർക്ക് ഉയരത്തിൽ വെച്ച് കൊടുക്കുന്ന പോട്ടിൽ കയറി എഗ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് മുകൾ ഭാഗത്ത് തന്നെ നമ്മൾ പോട്ട് സെറ്റ് ചെയ്യുവാൻ നോക്കുക. എൻ്റെ കിളികൾ വളരെ ആക്റ്റീവാണ്. ഈ കിളി മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അതാണ് ആ പോട്ടിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലവ് ബേഡ്സിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.